ഞങ്ങൾക്ക് വേണം ജോലി, ഞങ്ങൾക്ക് വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഉദ്ഘാടനം ചെയ്തു. മുണ്ടായ സെൻട്രലിൽ നിന്നാണ് കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചത്. സ്വാതന്ത്ര്യത്തിന് 78 വയസ്സ് തികയുന്ന വേളയിൽ മതരാഷ്ട്രവാദത്തെ ശക്തിപ്പെടുത്തുന്നതിനും കോർപ്പറേറ്റ് മുതലാളിമാരുടെ പക്ഷം ചേർന്ന് സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്നതിനും കേന്ദ്ര സർക്കാർ അവസരമൊരുക്കുന്നതിനെതിരെയാണ് പ്രതിഷേധം. ബ്ലോക്ക് കേന്ദ്രങ്ങളിലാണ് സമരസംഗമം സംഘടിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ മുനിസിപ്പൽ കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം മുണ്ടായ സെൻട്രൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നിർവഹിച്ചു. ഇന്ത്യയുടെ തലസ്ഥാനത്തേക്ക് ട്രാക്ടർ ഓടിച്ചുപോയി ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നൂറുകണക്കിന് കർഷകർ തെരുവിൽ മരിച്ചു വീണത് ഈ നരേന്ദ്രമോദിയുടെ കാലത്താണ്. കോൺഗ്രസ് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് BJP ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത് ഇനി ഒരു കർഷകന്റെ മരണവും നമ്മുടെ രാജ്യത്തുണ്ടാവില്ല എന്നായിരുന്നു. ഒരു കർഷകനും ഇങ്ങനെ അവന്റെ ഉൽപ്പന്നത്തിന് വില ലഭിക്കാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടുണ്ടാവില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ BJP. അന്നവർ പറഞ്ഞു, ഒരു കർഷകൻ അവരുടെ ഉൽപ്പന്നത്തിന് എത്ര രൂപയാണോ ചെലവഴിക്കുന്നത് അത്രയും രൂപയും അതിൻ്റെ പകുതിയും മിനിമം സപ്പോർട്ടിംഗ് പ്രൈസായി, അതായത് താങ്ങുവിലയായി ഞങ്ങൾ നിർണയിച്ചു കൊടുക്കും എന്നാണ്. CPM ലോക്കൽ കമ്മിറ്റി അംഗം ടി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ മുണ്ടായ യൂണിറ്റ് സെക്രട്ടറി പി ശ്രീജേഷ് സ്വാഗതം പറഞ്ഞു. CPM ഏരിയ കമ്മിറ്റി അംഗം പി സിന്ധു, നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ND ദിൻഷാദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പട്ടത്ത്, M നാരായണൻ, ഉണ്ണിനന്ദനൻ, ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ശലീഷ, മേഖലാ സെക്രട്ടറി MK ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് പോൾ, MP ശോഭ, KU വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ജാഥ ക്യാപ്റ്റൻ C രാഗേഷിന് സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പതാക കൈമാറി. ന്യൂസ് സെന്റർ ഷൊർണൂർ.